രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ ചെറുപ്പം അത് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതല്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ബാല്യകൗമാരങ്ങൾക്കിടെയാണെങ്കിലും രാഹുലിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടായിരിക്കണം. ആളും ബഹളവും വിട്ടൊഴിഞ്ഞ് സമാധാനപൂർണമായ ഒരു ജീവിതമായിരിക്കണം രാഹുൽ ചെറുപ്പകാലത്ത് സ്വപ്നം കണ്ടിരുന്നത്. എല്ലായിടത്തും ഇടിച്ചു കയറി ചെല്ലാനോ വലിയ ആൾക്കൂട്ടങ്ങളോ അഭിമുഖീകരിക്കാനോ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല രാഹുൽ. കാലവും സാഹചര്യങ്ങളും ഉഴുതുമറിച്ചിട്ട ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിലാണ് നെഹ്റുവും ഇന്ദിരയും രാജീവും വിജയിച്ചതും പ്രധാനമന്ത്രിമാരായതും. എന്നാൽ കടന്നുപോയ 3 തലമുറകളിലെ മഹോമേരുകൾക്കും ലഭിച്ച ആനുകൂല്യങ്ങളൊന്നും തന്നെ രാഹുലിന് കിട്ടുന്നില്ല. അശാന്തമായ രാഷ്ട്രീയ പരിസ്ഥിതി, വർഗീയത ബാധിച്ച സമൂഹം, കാലുവാരിയ വിശ്വസ്തർ, വേട്ടയാടിയ ഭരണകൂടം ഇവയെല്ലാത്തിനും നടുവിൽ നിന്നാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ കോൺഗ്രസിനെ നയിച്ചതും 100 എന്ന 3 അക്ക സംഖ്യയിൽ എത്തിച്ചതും. 3ാം തവണയും അധികാരത്തിലേറിയ മോദി സർക്കാരിന് നിലവിൽ കാര്യമായ ഭീഷണികൾ ഒന്നും തന്നെയില്ല. വർഷത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും മുന്നണി മാറുന്ന നിതീഷ് കുമാർ ഇതുവരെ NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് BJP അടുത്തിടെ പ്രഖ്യാപിച്ച ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകിയതും കാരണമാകുന്നുണ്ട്. ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും മാറി ചിന്തിച്ചില്ലെങ്കിൽ 3ാം മോദി സർക്കാർ 5 വർഷം പൂർത്തിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ ഉപരിപ്ലവമായി മേൽത്തോട്ട് കരുത്താർജിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. സ്ഥിരം പല്ലവികളും സാധാരണ വാഗ്ദാനങ്ങളും മാറ്റിവെച്ച് കുതന്ത്രങ്ങളെ അതേപടി നേരിടാൻ പഠിക്കേണ്ടതുണ്ട് രാഹുൽ. ചതിയും വഞ്ചനയും ഇല്ലാതെ വർത്തമാന ഇന്ത്യൻ രാഷ്ട്രകാലത്തിൽ നിർവചനം പൂർണ്ണമാവുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ശത്രുപക്ഷത്തേക്ക് കൂടുമാറിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. മറ്റൊരു രാജ്യത്തും ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഒരേ പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഇത്രയും നേതാക്കൾ കാലുമാറിയിട്ടുണ്ടാകില്ല. തന്റെ ഇടതും വലതും നിന്നവരെ പല നേതാക്കളും BJPയുടെ തട്ടകത്തിൽ എത്തിച്ചപ്പോഴും രാഹുൽ ഗാന്ധി തന്റെ പോരാട്ടം തുടർന്നു. അസഖ്യം പൊതുപരിപാടികൾക്കിടയിലും പ്രസംഗങ്ങൾക്കിടയിലും ഇയാൾ ഇക്കാര്യം ഓർത്ത് ദുഃഖിച്ചിരിക്കണം. രാഷ്ട്രീയമാകുന്ന ചതുരംഗത്തിൽ താൻ തുറുപ്പുചീട്ടായി കരുതിയിരുന്ന തേരാളികൾ തനിക്കെതിരെ നിൽക്കുന്ന ഒരു കാലം രാഹുൽ സ്വപ്നം കണ്ടിരിക്കാൻ സാധ്യതയില്ല. മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദും കപിൽ സിബലും പാർട്ടി വിട്ടപ്പോഴും സമാനാവസ്ഥയിലൂടെ കടന്നുപോയിരിക്കണം അയാൾ. 1.5 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു ദേശീയ പാർട്ടിയെ നയിക്കാൻ താൻ യോഗ്യനാണെന്ന് ആരുടെ മുന്നിലും രാഹുലിന് ഇനി തെളിയിക്കേണ്ടതില്ല. നഷ്ടങ്ങളുടെ വേദനയിൽ സ്വയം പാകപ്പെട്ട് പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാഹുലിന് കരുത്തനായി തീരൂ. കുശാഗ്ര ബുദ്ധിക്കാരായ മുത്തശ്ശി ഇന്ദിരയിൽ നിന്നും ഏറെ വ്യത്യസ്തനായ രാഹുലിന് മുതുമുത്തച്ഛൻ നെഹ്റുവിനോടും നെഹ്റുവിന്റെ ശാന്തതയോടുമാണ് സാമ്യമുള്ളത്. തന്റെ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ 10 വർഷം അധികാരത്തിന്റെ കൊട്ടയ്ക്കകത്തും പിന്നീടുള്ള 10 വർഷം അധികാരത്തിന് പുറത്തുമാണ് രാഹുൽ ഗാന്ധി ചെലവഴിച്ചത്. രാഹുൽ ഒരിക്കലും അഗ്രസീവ് ആയിട്ടേയില്ല. എന്ത് നെറുകേട് ചെയ്തും അധികാരം പിടിക്കണമെന്നോ അല്ലെങ്കിൽ കൈപ്പിടിയിലുള്ള അധികാരം നിലനിർത്തണമെന്നോ അയാൾ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. സത്യത്തിൽ സത്യസന്ധതയും നീതിബോധവും വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പഴഞ്ചൻ ഫാഷനാണെന്ന് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.